പടം നല്ല പടമാണ്. ചാമിങ് നിവിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. കോമഡിയൊക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും ഹൊററൊന്നുമല്ല, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് വന്ന് കാണാം, ഹാപ്പി ആയിട്ട് കാണാൻ പോകാം. അങ്ങനെയല്ല, കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. കംബാക്ക് തന്നെയാണ്. നല്ല കോംബോ ആണ്. കോംബോ ഒക്കെ അവർ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്ക്രിപ്റ്റുമാണ്, അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഡയറക്ഷനും അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. ക്യാരക്ടേഴ്സും എല്ലാം കംബാക്ക് തന്നെയാണ്. ഗംഭീര പടമാണ്. നിവിൻ്റെയും അജുവിൻ്റെയും ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും കൂടുമ്പോൾ അറിയാലോ, അവർ നല്ല സേഫായിട്ട് ചെയ്തിട്ടുണ്ട്. നീമ്പോഴുള്ള സേഫ് സോണാണിത്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കോമഡി സീരിയസും ആണ്, നല്ല ഫണ്ണുണ്ട്. ഫാമിലി ഓഡിയൻസിനെ പറ്റുള്ളൂ. ഇത് അവരുടെ പടമാണ്, നല്ല ഫിലിമാണ്. ഭയങ്കരമായിട്ടൊരു കംബാക്ക് ആയിരിക്കില്ലേ? ഉറപ്പായിട്ടും ആയിരിക്കും. അഖിൽ സത്യനും നല്ലൊരു ഡയറക്ഷനാണ് കേട്ടോ. നല്ല പുള്ളിയുടെ അച്ഛനെ പോലെ തന്നെ ആ ഒരു ലെവലാണ് പിടിച്ചേക്കണത്. അതുപോലെയാണ് ഇപ്പൊ നിവിനും സത്യൻ. അതെ അതെ, അഖിൽ സത്യൻ. അവർ രണ്ടുപേരും നല്ല ഫണ്ണാണ്. അവരുള്ളതുകൊണ്ടാണ് പടം ഒരു എന്റർടൈൻമെന്റ് ആയത്. ഇപ്പൊ കണ്ടിറങ്ങിയ സിനിമകളെ ക്രിസ്മസിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് സമമായ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റുമോ? ഇനി ഞാൻ ദൃശ്യമൊന്നും കണ്ടിട്ടില്ല, അതൊക്കെ കണ്ടിട്ട് എന്തായാലും ഇത് നല്ലൊരു മറ്റേ ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടമാണ്. എന്തായാലും ഹിറ്റാവും. കാണാൻ പോകുന്നുണ്ടോ? നാളെ ഒന്നും വേണ്ട. ശരി, നല്ല പടം, നല്ല പടം, നല്ല സൂപ്പറായിരുന്നു. കൊള്ളാം. ഇത് ആ സിനിമയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം, നല്ല സിനിമ. ഫാമിലി മൂവി, നല്ല പടം. കുറേ നാളെ ഇങ്ങനത്തെ പടം കണ്ടിട്ട് എന്തായാലും മനസ്സറിഞ്ഞു. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. പടം എങ്ങനെയുണ്ട്? ഹൊറർ പടമാണോ ഫാമിലി പടമാണോ? ഫാമിലി. ഹൊററുണ്ടോ? നിങ്ങളെല്ലാവരും കണ്ടു നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിവിൻ പോളിന്റെ ഒരു കംബാക്ക് ആണോ? കാരണം കുറെ ഫ്ലോപ്പ് ഒക്കെ കൊടുത്തായിരുന്നു കുറെ നാളായിട്ട്. ഇപ്പൊ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റുമോ? നമുക്കൊരു പഴയൊരു നിവിൻ പോളിനെ നമുക്ക് കാണാം പടത്തില്. അടിപൊളിയാണ്, എല്ലാവരും കാണണം എന്തായാലും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ ഒക്കെ പോലെയാണോ ഇപ്പൊ നിവിൻ പോളി അഖിൽ സത്യനൊക്കെ കോംബോ? അങ്ങനെ പറയാറായിട്ടില്ല, എന്നാലും എല്ലാവരും കണ്ടു നോക്കും. എല്ലാ അടിപൊളി പടം. ഓക്കെ. ചിരിക്കാനുള്ള വക ഇഷ്ടംപോലെ ഉണ്ട്. ക്രിസ്മസ് എന്തായാലും നന്നായി ചിരിക്കാനുള്ള വക ഈ സിനിമയിലുണ്ട്. നന്നായിട്ടുണ്ട്, ആ കോംബോ നന്നായിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട്. നിവിൻ പോളിയുടെ ഭയങ്കര തിരിച്ചറിവായിട്ട് തോന്നുന്നുണ്ട് ചേട്ടന്? എന്തായാലും മോശം വരില്ല, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ചിരിക്കാനൊക്കെ എത്രത്തോളം നന്നായിട്ടുണ്ട്. സിനിമ ഈ സിനിമ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കാം? സ്ക്രിപ്റ്റാണോ, ഡയറക്ഷനാണോ, ആക്ടിംഗ് ആണോ? ഡയറക്ഷൻ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. അഖിൽ സത്യന്റെ നന്നായി സ്ക്രിപ്റ്റ്. അച്ഛൻ്റെ അതേ ഒരു ഇതല്ലേ, ആ പാത പിന്തുടരും. അടിപൊളി പടം, അടിപൊളി കംബാക്ക്, അടിപൊളി. നല്ല പടം.